ഹായ് സ്റ്റുഡൻസ്, അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് 4 ബാങ്കുകളാണ് നിലവിൽ ക്രെഡിറ്റ് കാർഡ് ഓപ്പണിംഗ് ഉള്ളത്. SBI, ആക്സിസ്, HDFC ആൻഡ് ICICI. ഓരോ ബാങ്കിന്റെയും ക്രൈറ്റീരിയ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ഓരോ ബാങ്കും ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡുകൾ കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇൻകവും അവരുടെ സിബിൽ സ്കോറിനെ അനുസരിച്ചാണ് ക്രെഡിറ്റ് കാർഡ് ഓപ്പണിംഗ് വരുന്നത്. ഇപ്പം എനിക്ക് സിബിൽ സ്കോർ 800 ഉണ്ടെങ്കിൽ എനിക്ക് പ്രീമിയം കാർഡുകൾ അവർ തരും. പക്ഷെ നിങ്ങൾക്ക് 750 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് കാർഡുകളായിരിക്കും തരുന്നത്. അതുപോലെ തന്നെ മിനിമം 30,000 രൂപയെങ്കിലും മാസം വരുമാനം ഉണ്ടായിരിക്കണം. 30,000 രൂപ മാസം വരുമാനമുള്ള വ്യക്തിക്കും 60,000 രൂപ മാസം വരുമാനമുള്ള വ്യക്തിക്കും കിട്ടുന്ന കാർഡുകൾ രണ്ടും രണ്ടായിരിക്കും. ക്രെഡിറ്റ് കാർഡ് ആക്സിസ് വേണോ, സ്റ്റേറ്റ് ബാങ്ക് വേണോ, ICICI വേണോ, അതോ HDFC വേണോ, ഇത് 4-ൽ ഏത് വേണം എന്നുള്ളത് നിങ്ങൾ ആർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നോ അവരോട് ചോദിക്കുക. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാങ്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗിൽ ചെയ്ത ഓൾമോസ്റ്റ് സെയിം സ്റ്റെപ്പുകളാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പേര്, അഡ്രസ്സ്, പാൻ നമ്പർ, ആധാർ നമ്പർ, ഇതിന്റെ എല്ലാം OTP ചെയ്തതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. മിനിമം 35,000 രൂപയെങ്കിലും നമുക്ക് മന്ത്ലി ഇൻകം ഉണ്ടായിരിക്കണം. ഇൻകം ഡീറ്റെയിൽസും സോഴ്സ് ഓഫ് ഇൻകം, അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ അഡ്രസ്സും കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാം. ഇത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ബാങ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഏത് കാർഡാണ് എലിജിബിൾ എന്നുള്ളത് കാണിക്കും. ആ എലിജിബിൾ ആയിട്ടുള്ള കാർഡിൽ നിന്ന് ചില കാർഡുകൾ 0 ആയിരിക്കും ആനുവൽ ചാർജും ജോയിനിങ് ഫീസ്. ചില കാർഡുകൾക്ക് 500 മുതൽ 1000 രൂപ വരെ ആനുവൽ ചാർജസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ അതൊരു കണ്ടീഷനും പറയുന്നുണ്ട്. 2.5 അല്ലെ 3 lakhs മേളിൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് വേവർ ചെയ്യും. നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് അവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നോ അവരോട് ചോദിച്ച് അവരുടെ ചോയ്സ് അനുസരിച്ച് കാർഡ് സെലക്ട് ചെയ്ത് വീഡിയോ KYC, അതായത് ആ വീഡിയോ KYC ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിലായിരിക്കണം. ബഹളം ഉണ്ടാകാനായിട്ട് പാടില്ല. വേറൊരാൾ ആ സ്ക്രീനിലും വരാനായിട്ട് പാടില്ല. ആധാറും പാനും കയ്യിലുണ്ടായിരിക്കണം. പാൻ കാർഡ് നമ്മളോട് ചോദിക്കും. ആ പാൻ കാർഡ് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്സ് ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ റിയൽ ആണ് എന്ന് അവർക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വീഡിയോ KYC സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡ് നമ്മൾ തന്നിരിക്കുന്ന അഡ്രസ്സിൽ ബൈ പോസ്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കാർഡ് ഓപ്പണിങ്ങും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ അക്കൗണ്ട് ഓപ്പണിങ്ങും ക്രെഡിറ്റ് കാർഡും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.